ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ബൈക്ക് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ടോപ്പിക്കായിട്ടാണ്. അപ്പം എന്തുകൊണ്ടും ആ ഒരു ടോപ്പിക്ക് എനിക്ക് സംസാരിക്കാം, കാരണം എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം സത്യം പറയാമല്ലോ ഗൈസ്, ഞാൻ ഈ കഴിഞ്ഞ 1.5 വർഷമായി ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് ഞാൻ വണ്ടി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ ഡിപ്രഷൻ അടിച്ച് തെറ്റിയിരിക്കുകയായിരുന്നു ഗൈസ്. ഇപ്പോഴാണ് ഒന്ന് സെറ്റായി, ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആയി വന്നത്. കഴിഞ്ഞൊരു രണ്ട് വർഷത്തിന് മണ്ടേ ഞാൻ ഡിപ്രഷൻ അടിച്ച് തേഞ്ഞൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പം വണ്ടി എടുത്ത ടൈം പോലും എനിക്ക് ഒന്നും ചെയ്യാണ്ടുള്ള ഒരു ഇതില്ല. ഞാൻ ഫുള്ള് ഒരുമാതിരി ഷോക്ക് അടിച്ചാണ് നടന്നത്. എൻ്റെ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പം ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഇനി ഞാൻ എന്താണ് എൻ്റെ വണ്ടിയിൽ ചെയ്യാൻ പോകുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം വണ്ടി എടുത്തിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ, അപ്പം ബൈക്ക് മെയിൻ്റനൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമായിട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ആദ്യം മുതൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട്. ഇൻസ്റ്റയിലും കൂടെ കയറി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്, അപ്പം ഇൻസ്റ്റയിലും കൂടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് സംസാരിക്കാം, അതായിരിക്കും നല്ലത്. ഇപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഗ്രൗണ്ടിൻ്റെ ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ് ഞാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ബൈക്ക് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കിപ്പം കമ്പനി നമ്മളോട് പറയും ഇത്ര കിലോമീറ്റർ ആകുമ്പോഴത്തേനും, ഇപ്പം പുതിയ വണ്ടിയെ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത് 500 to 1000 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ 1 മാസം ടൈമും അവർ തരും. അപ്പം ഈ ഒരു ടൈം പീരീഡിൽ, അതായത് ടൈം പീരീഡ് ബേസ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും വണ്ടി സർവീസ് ചെയ്യരുത്. കാരണം കിലോമീറ്റർ ബേസ് ചെയ്ത് മാത്രം ചെയ്യുക. കാരണം ഇപ്പം നിങ്ങൾ 1 മാസം എടുത്തിട്ടും നിങ്ങളുടെ ഒരു 1000 കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾ 2 ആഴ്ച എടുത്തിട്ട് നിങ്ങൾ 1000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ 1500 ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ആ ഒരു ഓയിൽസിൻ്റെയും വണ്ടിയുടെ എൻജിൻ ഓയിലിൻ്റെയും ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെയും വണ്ടിയുടെ ആ ഒരു കൂളൻ്റ് ഓയിലിൻ്റെയൊക്കെ ലെവല് കുറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എൻജിൻ ലൈഫിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കറക്റ്റ് കിലോമീറ്റർ ബേസിൽ മാത്രം വണ്ടി സർവീസ് ചെയ്യുക. ആദ്യമായിട്ട് എടുക്കുന്നവരായിരുന്നു ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്കിപ്പം അല്ലാതെ ഇപ്പം ഒരു 3 സർവീസും കഴിഞ്ഞിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1 in 4000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴത്തേനും വണ്ടിയുടെ ഓയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾ ആ ഒരു ഓയിൽസും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞൊരു 3000 കിലോമീറ്റർ കഴിഞ്ഞിട്ടൊരു ലോങ് റൈഡ് പോകണമെന്ന് വെച്ചോ, എന്നാലും നിങ്ങൾ ലോങ് റൈഡ് പോകുന്നതിന് മുമ്പ് ഈ ഓയിൽസും കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റുക. അപ്പം ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എൻജിൻ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ് എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ബ്രേക്ക് ഫ്ലൂയിഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ, നമുക്കൊരു മിനിമം ലെവലിൽ കിടക്കണം. ഏറ്റവും കൂടിപ്പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. ആ ഒരു ലെവലിൽ ബ്രേക്ക് ഫ്ലൂയിഡ്, ഇത് നമ്മുടെ കൂളൻ്റ് ഓയിൽ കിടക്കണം. ഇതാണ് കേസ് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് ബാക്കിലത്തത് അതാം, ഫ്രണ്ടിലത്തത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് കുറവായിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഡേഞ്ചറാണ്. ബ്രേക്ക് കിട്ടത്തില്ല, അതൊന്നാമത്തെ കാര്യം ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പം എനിക്ക് ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു 3rd സർവീസ് ആവാറായ ടൈം എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ടൈം ആയില്ല. കിലോമീറ്റർ മാറി എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല, കാരണം എൻ്റെ മീറ്റർ 2ാമത് മാറിയതാണ്. എനിക്ക് ആ ഒരു കറക്റ്റ് കിലോമീറ്റർ എപ്പോഴാണ് എൻ്റെ ഫസ്റ്റ് മീറ്റർ മാറിയെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈ ഒരു 3rd സർവീസിൻ്റെ ടൈമിൽ എൻ്റെ വണ്ടിയിൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോഴത്തേനും വണ്ടിയുടെ മൈലേജ് നല്ല രീതിയിൽ കുറഞ്ഞു, വണ്ടിയുടെ പവർ ഡ്രോപ്പ് വന്നു, വണ്ടി ബ്രേക്ക് കിട്ടുന്നില്ല. അപ്പം എനിക്ക് കറക്റ്റ് അറിയില്ല, കാരണം 3rd സർവീസിനുള്ള ആ ഒരു ടൈം ആയില്ല, മന്ത്ലി ടൈം ആയിട്ടില്ല. പക്ഷേ എൻ്റെ വണ്ടിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നു. എനിക്ക് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയില്ല. അങ്ങനെ പവർ ഡ്രോപ്പ് വന്ന് അടുത്ത ദിവസം ഞാൻ നേരെ വണ്ടി എടുത്തുകൊണ്ട് സർവീസ് സെൻ്ററിൽ കൊടുത്തപ്പോഴത്തേനും അവിടെ ചേട്ടൻ പറഞ്ഞു 3rd സർവീസിൻ്റെ ടൈം ആയതാണ് എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അവിടെ കിലോമീറ്റർ ഇപ്പോഴും ചെക്ക് ചെയ്തിട്ടില്ല ഗൈസ്. പിന്നെ സർവീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി വേറെ ലെവൽ ഗൈസ്, ഒരു രക്ഷയില്ല. ഇപ്പം മൈലേജ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഞാൻ മുമ്പ് ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് 31.something ആണ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ല റേഞ്ചിൽ എനിക്ക് മൈലേജ് ഉണ്ട്, ഒരു 35 കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു 3rd സർവീസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വണ്ടി ഒന്ന് മര്യാദയ്ക്ക് നോക്കാൻ തുടങ്ങി. പിന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ചെയിൻ. ഇപ്പം ഒരു ബൈക്ക് മെയിൻ്റനൻസിൻ്റെ
ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചെയിൻ മെയിൻ്റെനൻസ്. വൺസ് ഇൻ 400 to 500 കിലോമീറ്റർ നമ്മൾ ചെയിൻ ലൂബ് ചെയ്യുക, ചെയിൻ ക്ലീൻ ചെയ്ത് ചെയിൻ ലൂബ് ചെയ്യുക. അപ്പം എന്തെങ്കിലും മാത്രമേ നമുക്ക് ആ ഒരു സ്പ്രോക്കറ്റിൻ്റെ ലൈഫൊക്കെ കൂടത്തുള്ളൂ. ഇപ്പം എൻ്റെ സ്പ്രോക്കറ്റിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പകുതിയായി, ഇനിയും കുറച്ചുകൂടെ ഓടുമെന്നാണ് കഴിഞ്ഞ തവണ ലൂബ് ചെയ്തപ്പോഴത്തേനും അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. ഞാൻ അടുത്ത് മോട്ടിയുള്ള ചെയിൻ ലൂബ് വാങ്ങണമെന്നാണ് ആഗ്രഹം, അത് വാങ്ങും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ബ്രേക്ക് പാഡ്സ്. നമ്മളൊരു ഇപ്പം കറക്റ്റ് ഇപ്പം പലർക്കും പല ബ്രേക്കിംഗ് അല്ലേ, അപ്പം കറക്റ്റ് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പം ബ്രേക്ക് പാഡിൽ നമുക്കിങ്ങനെ ഓരോ നമ്മളെ ഈ ഡിസ്കിൽ ഈ വര കണ്ടില്ലേ, ഇത് കുറേ ഒരു സർക്കിൾ കണക്ക് വര വീഴും. ആ വര എന്തുകൊണ്ടാണ് വീഴുന്നതെന്ന് പറയുമ്പോഴത്തേനും ഇപ്പം നമ്മുടെ ബ്രേക്ക് പാഡിൻ്റെ ഇടയിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പൊടി മണ്ണൊക്കെ കയറി ഇരുന്നിട്ട് അങ്ങനെയും പോവും. അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് പാഡ് തീരുമ്പോഴത്തേനും ഡിസ്ക് നല്ല രീതിയിൽ വരയും. ഇപ്പം എൻ്റെ കയ്യിലിപ്പം പൊടി കയറിയിട്ടാണ് ഇരിക്കുന്നത്, കാരണം ഞാൻ ബ്രേക്ക് പാഡ് മാറിയതാണ്. നിങ്ങൾ ആ ഒരു സംഭവം ശ്രദ്ധിക്കുക. നിങ്ങൾ ബ്രേക്ക് പാഡ് തീർന്നിട്ടും ഓടുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്കിന് പണി കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെയിൻ ലൂബ് കറക്റ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നൊരു പ്രശ്നമാണ് വണ്ടിയിൽ പൊടിയും മണ്ണൊക്കെ കയറി ഇരുന്നിട്ട് സ്ക്രാച്ച് ആവുന്നൊരു പ്രശ്നം. ഒരു മഴയൊക്കെ ഉള്ള ടൈമിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പം നമ്മൾ മഴയത്തൊക്കെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ട് അതേ കണക്ക് വയ്ക്കും. അപ്പം നമ്മൾ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ കൂട്ടുകാരൊക്കെ വരുമ്പോഴത്തേനോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകുമ്പോഴൊക്കെ ആൾക്കാർ വന്നിങ്ങനെ ജസ്റ്റ് തുടയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും സ്ക്രാച്ച് ആവും. കാരണം വണ്ടിയിൽ ആ ഒരു പൊടിയും ചെളിയൊക്കെ അങ്ങനെ ഇരിക്കില്ല, അപ്പം പിടിക്കുമ്പോഴത്തേനും സ്ക്രാച്ച് ആവും. അപ്പം അങ്ങനെ എൻ്റെ വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ക്രാച്ചസ് ഉണ്ട്. സത്യം പറയാമല്ലോ, ഞാൻ മഴയത്തൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് കെയർലെസ് ആയിരുന്നു, ഞാൻ നല്ല കെയർലെസ് ആണ്. ഇനി അങ്ങോട്ട് അങ്ങനെ ആവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളും അങ്ങനെ ആവരുതെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം വണ്ടീനെയൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ കാണണം. ജസ്റ്റ് ഓസ് ഒന്ന് വലിച്ചിട്ട് ഫുള്ള് ആ ഒരു ചെളിയൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞിട്ട് വണ്ടി അവിടെ വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 2 ബക്കറ്റ് വെള്ളം എടുത്തങ്ങ് ഒഴിച്ചാലും മതി, പ്രശ്നം സോൾവ് ആവും. നമ്മുടെ വണ്ടിയിൽ മിനിമം ഒരു 2-2.5 ലിറ്റർ പെട്രോളെങ്കിലും കിടക്കണം. സ്പോർട്സ് ബൈക്കുകൾ ഇപ്പം ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിട്ട് വരുന്ന വണ്ടികൾക്ക് 2.5 ലിറ്റർ പെട്രോൾ മിനിമം കിടക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ടയേഴ്സ് 10,000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേന് നിങ്ങൾ ടയർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഒരു സൈഡ് തേഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര അധികം റിസ്ക്കിയാണ്. കാരണം ഒരു സൈഡ് തേയെന്ന് പറയുമ്പോഴത്തേനും വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും വണ്ടി ഒന്ന് ആടാൻ ചാൻസ് ഉണ്ട്. അപ്പം എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഒരു സൈഡ് തേഞ്ഞിരിക്കുകയാണ്, 2 ടയർ മാറാൻ ടൈമായി. ഈ ഒരു ടയർ മാറുമ്പോഴത്തേനും ഒന്നായിട്ട് മാറല്, 2 ടയർ മാറണം. കാരണം 2 ടയർ ഒരേപോലെയല്ലേ തേയുന്നത്. അപ്പം 2 ടയറും അങ്ങ് മാറാൻ ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു ടയർ നല്ലതും ഒരു ടയർ ചീത്ത ടയറും, അല്ലെന്നുണ്ടെങ്കിൽ തയ്യാറായ ടയറും. അപ്പം അതിനോട് എനിക്കൊരു യോജിപ്പില്ല. മാറുമ്പോഴത്തേനും 2 ടയർ ഒരുമിച്ച് മാറുക. അപ്പം നിങ്ങൾ ഫോർക്ക് ഓയിലിൻ്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു 4,000-5,000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ തന്നെ അതൊക്കെ ഒന്ന് മാറാൻ ശ്രമിക്കുക. വണ്ടിക്ക് വേണ്ടി കുറച്ച് പൈസ ഉണ്ടാക്കണം ഗൈസ്. നമ്മളിപ്പം ബാക്കി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നു, അപ്പം വണ്ടിക്ക് വേണ്ടിയും കൂടെ ഒന്ന് ചിലവാക്കുമ്പോഴത്തേനും ഈ ഒരു വണ്ടി ഞാൻ ഇപ്പം മനസ്സിലാക്കിയെടുത്തോളം കാലം വണ്ടി നല്ലപോലെ കൊണ്ടുകിടന്ന ആൾക്കാരുടെ ഇടയിൽ നമുക്ക് നല്ലൊരു ഇമ്പ്രഷൻ ആയിരിക്കും. അത് നല്ലൊരു കാര്യമല്ലേ അല്ലേ ഗൈസ്? എനിക്കപ്പം ഇത്ര അറിവൊക്കെയാണ് ഉള്ളത് വണ്ടിയുടെ മെയിൻ്റെനൻസിനെ പറ്റി. അപ്പം ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് എന്നെ ഒന്ന് തിരുത്താവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് കിടപ്പുണ്ട്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും കൂടെ കയറി ജസ്റ്റ് ഒന്ന് ഫോളോ അടിക്കുക. അപ്പം ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, റൈഡ് സേഫ് ഗൈസ്, ആൻഡ് ഇറ്റ്സ് മീ അരുൺ ലോബ്സ് സൈനിങ് ഓഫ്.